വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. നമുക്കിന്ന് നല്ലൊരു പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കാവേ. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: നല്ല പഴുത്ത പൈനാപ്പിൾ ഇതുപോലെ ചെറിയ പീസായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണം. പിന്നെ ഒരു 3 പച്ചമുളക് വേണേ. ഈ പച്ചമുളകും പൈനാപ്പിളും കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിന് തേങ്ങ എടുക്കുക, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 3-4 ചെറിയ വെളുത്തുള്ളി അല്ലി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണേ. ഞാൻ മിക്സിയുടെ ഈ വലിയ ജാറാണ് എടുക്കുന്നത് ഇത് അരയ്ക്കാൻ. എന്തിനാണെന്നറിയാവോ? നമ്മൾ ഈ തേങ്ങ ഇതുപോലെ ഇട്ട് നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ച് കഴിയുമ്പം അതിനകത്തോട്ട് തൈരും കൂടെ ഞാൻ ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുവേ. അപ്പം നല്ല കട്ടയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് കിട്ടും തൈര്. ഇനി നമുക്ക് ഈ പൈനാപ്പിളും പച്ചമുളകും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം. ഞാനൊരു ചട്ടിയിൽ ഈ പൈനാപ്പിളും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഈ പൈനാപ്പിൾ ഒന്ന് വെന്ത് കിട്ടണമല്ലോ, അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയേ. ഒരുപാട് അങ്ങ് വെള്ളത്തിന്റെ ആവശ്യമില്ല, ഇത്രയും മതി. ഇതിലേക്ക് സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഗ്യാസ് കത്തിച്ചേക്കണേ. സ്വല്പം കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവേ. ഈ മോരിനൊക്കെ എപ്പോഴും പുളിശ്ശേരി അങ്ങനെയുള്ള വെക്കുന്നതിനൊക്കെ ഈ കറിവേപ്പില കുറച്ച് നന്നായിട്ട് ഇട്ട് കൊടുക്കണേ. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ പൈനാപ്പിള് ഇവിടെ വേഗം വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പൊ അത് സോഫ്റ്റ് ആവുകയാണെങ്കിൽ ഇത് വെന്തെന്നാണ് അതിനർത്ഥം കേട്ടോ. ഇനി ഇതിലേക്ക് ആദ്യം തേങ്ങ നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം ഞാൻ ആ തൈരും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കും. അപ്പൊ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും. ആ തൈരിന്റെ കട്ടയൊക്കെ മാറിയിട്ടേ സ്വല്പം വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോ തൈര് മാത്രമാണ് എടുത്തത്. ഒരുപാട് അങ്ങ് വെള്ളമാകുകയും ചെയ്യരുത്, സ്വല്പം വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ ചിലർക്കുണ്ട് അധികം കുറുകിയ കറികൾ ഇഷ്ടമല്ലാത്തവർ, അങ്ങനെയാണെങ്കിൽ സ്വല്പം കൂടെ. പക്ഷെ പുളിശ്ശേരിക്ക് എപ്പോഴും ഇച്ചിരി ഒന്ന് കുറുകിയിരിക്കുന്നതാണ് നല്ല കേട്ടോ. നമ്മുടെ ഈ മോര് കാച്ചിയ പോലെ അല്ലല്ലോ പുളിശ്ശേരി, ഇതുപോലെ മതി കേട്ടോ. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുവാണേ. മാമ്പഴ പുളിശ്ശേരി, പൈനാപ്പിൾ പുളിശ്ശേരി, അതിനൊക്കെ ഒരു സ്വല്പം മധുരവും കൂടെ വേണം, എന്നാലേ ആ ഒരു ശരിക്കും ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അത് പഞ്ചസാര ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് മറ്റേ ശർക്കര ഇട്ടാലും മതി കേട്ടോ. ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. നല്ല ഫ്രൈ ഐറ്റംസ്, അത് പോർക്ക്, ബീഫ്, ചിക്കൻ ഫ്രൈ, അങ്ങനെ ഫ്രൈ ഐറ്റംസിൻ്റെ ഒക്കെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് ഈ പൈനാപ്പിൾ പുളിശ്ശേരി. അപ്പോൾ ഞാൻ മാമ്പഴ പുളിശ്ശേരിയൊക്കെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒക്കെ ഒന്ന് ട്രൈ ചെയ്യണേ ഇടയ്ക്ക്. മാമ്പഴ പുളിശ്ശേരി മാത്രമല്ല, മോരിൻ്റെ പല ടൈപ്പ് കറികൾ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ. ഇടയ്ക്ക് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. കുമ്പളങ്ങ പുളിശ്ശേരി, വെറുതെ മോര് കാച്ചിയത്, സിമ്പിൾ മോര് കാച്ചിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. മധുരം ഒരു സ്വല്പം കൂടെ വേണ്ടവർക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്യാം കേട്ടോ. മോരിട്ട് കഴിയുമ്പോൾ നമ്മൾ അതൊന്ന് നോക്കണേ, ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന്. ഇപ്പൊ വെജ് കഴിക്കുന്നവർക്കാണെങ്കിലും ഇത് നല്ല അടിപൊളി കോമ്പിനേഷൻ. എന്താന്ന് വെച്ചാൽ നല്ല മെഴുക്കുവരട്ടികളില്ലേ, കുറുക്ക മെഴുക്കുവരട്ടി, പയർ മെഴുക്കുവരട്ടി, ബീറ്റ്റൂട്ട്, അങ്ങനെ കോവയ്ക്ക മെഴുക്കുവരട്ടി, അങ്ങനെയുള്ള മെഴുക്കുവരട്ടികളുടെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ചോറൊക്കെ കഴിക്കാൻ നല്ല ഒഴിച്ച് കഴിക്കാനായിട്ട് നല്ലൊരു കറിയായത് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. തേങ്ങ അരച്ചതിന്റെ ആ ഒരു റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറണം. അതിനായിട്ടാണ് നന്നായിട്ട് ചൂടാകുന്നിടം വരെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. മോരുകറിക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊണ്ടിരിക്കണം. തിളച്ച് കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞു വരും, അതുകൊണ്ടാണ് തിളക്കരുതെന്ന് പറയുന്നത്. അത് ചില ഒഴിച്ചുകറികളും അതുപോലല്ലേ, നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്ന ചില ഒഴിച്ചുകറികൾ തിളയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ആവി വരുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തേക്കണേ. ഇതൊക്കെ നമ്മുടെ അമ്മമാര് പറഞ്ഞു തരുന്ന ടിപ്സ് അല്ലേ അതൊക്കെ അല്ലേ. നന്നായിട്ട് ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന കറികളാണ് ഇതൊക്കെ, പുളിശ്ശേരികളും ഒക്കെ. നല്ല അടിപൊളി കറിയാണ് കേട്ടോ. എനിക്കൊരു സ്വല്പം മധുരം ഇഷ്ടമാണ് ഇതിന്റെ കൂടെ. അതായത് ഈ മാമ്പഴ പുളിശ്ശേരി, ഈ പൈനാപ്പിൾ പുളിശ്ശേരി, അതിന്റെ കൂടെ ഒക്കെ ഒരു സ്വല്പം മധുരം എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനൊരു 1/2 സ്പൂണും കൂടെ മധുരം ഇടുവാണ്. ഇത് നന്നായിട്ട് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതങ്ങ് ഓഫ് ചെയ്തിട്ടിനി കടുക് വറുത്തിട്ടാൽ മതി. പുളിശ്ശേരി, ഫിഷ് കറി അതൊക്കെ കഴിയുന്നതും ചട്ടി ഉണ്ടെങ്കിൽ ചട്ടിയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കണേ. ഇത് നന്നായിട്ട് ആവി വന്നു. ഇനി ഞാനെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണേ. ഈ ചട്ടിക്ക് നല്ല ചൂടുള്ള കാരണം ഇതൊന്നുകൂടി ഇങ്ങനെ ചൂടായി ഇരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാവോ? ഇളക്കി കൊടുക്കണം ഇടയ്ക്ക്. കുറച്ചു നേരം ഇടയ്ക്കൊന്ന് ഇളക്കിയാൽ മതി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കടുക് താളിച്ചിടാം. ഞാൻ കടുക് വറുക്കാനായിട്ട് ഒരു പാത്രം ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ കടുകും കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കണം. കടുക് ഉലുവയും പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളി ഒരു ചെറിയതായിട്ടൊരു കളറ് മാറുമ്പോൾ നമുക്ക് ഒരു 2-3 വറ്റൽമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണേ. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ആ അപ്പുറത്തെ സൈഡ് മുരിഞ്ഞു വരും. ഒരു സൈഡ് മുരിയേയില്ല. ഞാനങ്ങ് ഒരുപാട് എണ്ണയൊന്നും ഇങ്ങോട്ട് യൂസ് ചെയ്യത്തില്ല കേട്ടോ കടുക് വറുക്കാൻ.
ചിലർക്ക് ഇച്ചിരി എണ്ണ കൂടുതലുള്ളത് ഇഷ്ടമാണ്. അങ്ങനെയുള്ളവർ അങ്ങനെ ചെയ്യുക. അതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളാണ് കേട്ടോ. ഇനി നമ്മൾ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു നുള്ള് കാശ്മീരി ചില്ലി പൗഡറാണിത്. ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യണം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ ചില്ലി പൗഡർ ഇടാവുള്ളേ. അപ്പൊ ഈ ഓയിലിന് നല്ല ഒരു ചൂടായിട്ട് കിടക്കുകയല്ലേ, അപ്പൊ ചില്ലിയുടെ ആ ഒരു റോ ടേസ്റ്റ് മാറാൻ അതിന്റെ ആവശ്യമേ ഉള്ളൂ. നമ്മൾ തീ കത്തിച്ചു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ഇനി നമുക്ക് ഈ കടുക് പൊട്ടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ അമ്മ ചെയ്യുന്ന പരിപാടി ഏതൊക്കെ കേട്ടോ. അപ്പൊ ഞാനും ഇടയ്ക്ക് ഇങ്ങനെ ഓർക്കുവാണ്, ഞാനും ഇതിങ്ങനെ ചെയ്യും. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കണ്ടോ. നല്ല കളർഫുൾ ആയിട്ടുള്ള പുളിശ്ശേരി കണ്ടോ. അതിനാണ് നമ്മൾ ഈ കാശ്മീരി ചില്ലി പൗഡർ സ്വല്പം ഒന്ന് ചേർക്കുന്നത്. ഈ ഒരു യെല്ലോ കളറിൽ ആ ഒരു റെഡ് കളറും പിന്നെ ആ ഒരു കറിവേപ്പിലയുടെ ഗ്രീനും വറ്റൽമുളകിന്റെ റെഡും എല്ലാം കൂടെ അങ്ങോട്ട് കിടക്കുമ്പോൾ നല്ല ഭംഗിയാണേ കറി. ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഇതുപോലൊരു പുളിശ്ശേരി ഉണ്ടാക്കി കൊടുത്തു നോക്കും നിങ്ങൾ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും ഇത്. നല്ലതായി ഇത്. പൈനാപ്പിൾ പുളിശ്ശേരിയും മാമ്പഴ പുളിശ്ശേരിയും ഒക്കെ. നമ്മുടെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ മാമ്പഴത്തിന്റെ ഒക്കെ സീസൺ അല്ലേ. അപ്പൊ അതും എല്ലാം ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പൊ നിങ്ങൾ എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. അപ്പൊ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാവേ. എന്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്